മനുഷ്യർ ജീവിക്കുക എന്നുമുള്ള തത്വമായിരുന്നു. ഈ തത്വത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു. ഈ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ കാരണം സ്വാർത്ഥമായ താല്പര്യങ്ങളായിരുന്നു. അങ്ങനെ സ്വാർത്ഥമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോ അവർക്ക് അവതരിപ്പിച്ചിരുന്ന ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചിരുന്ന വേദഗ്രന്ഥങ്ങളെ സ്വന്തം താല്പര്യപ്രകാരം മാറ്റിയെടുക്കുവാൻ പുരോഹിതന്മാർ സന്നദ്ധരായി. പരിശുദ്ധ ഖുർആൻ അതിശക്തമായി വിമർശിക്കുന്ന പുരോഹിതന്മാരുടെ പ്രവർത്തനമാണിത്. ഞാൻ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 79-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി തന്നെ ഈ പ്രവർത്തനം നടത്തിയ ആളുകളെ മുഴുവനും ശപിക്കുകയാണ്. ഫവൈലുൽ ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم فويل لهم مما يكسبون എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സ്വന്തം കരങ്ങൾ കൊണ്ട് പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കുകയും അത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് കേവലമായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പറയുകയും ചെയ്തവർ അവർക്കാകുന്നു നാശം. അവർ എഴുതിയ വകയിലും അവർ സമ്പാദിച്ച വകയിലുമെല്ലാം അവർക്ക് തന്നെയാകുന്നു നാശം. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെ മനുഷ്യരുടെ രചനകൾ ബൈബിളിന്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ഞാൻ എന്റെ സംസാരത്തിലുടനീളം തെളിവുകൾ നൽകി. അതിനെക്കുറിച്ചൊന്നും ഇവിടെ യാതൊന്നും സംസാരിക്കപ്പെട്ടിട്ടില്ല. ബൈബിളിൽ പുതിയ നിയമത്തിൽ 14-ാം നൂറ്റാണ്ടിൽ പോലും കൈകടത്തലുകൾ ഉണ്ടായി എന്ന് വളരെ വ്യക്തമായി ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. എന്നിട്ടും യാതൊന്നും ഉണ്ടായിട്ടില്ല, കേവലം ബ്രാക്കറ്റിന്റെ പ്രശ്നമാണ് എന്ന് പറയുകയാണ് സഹോദരന്മാർ ചെയ്യുന്നത്. സത്യത്തിൽ ഇത് സത്യത്തോട് അന്ധത നടിക്കുകയാണ്. പരിശുദ്ധ ഖുർആന്റെ പരിഭാഷയിലുള്ളത് പോലെയുള്ള ബ്രാക്കറ്റുകളുടെ പ്രശ്നമല്ല ഇത്. പണ്ഡിതന്മാർ ഈ കാര്യത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് കാണാൻ സാധിക്കും പുരാതനമായ കൈയെഴുത്ത് പ്രതികളില്ലാത്ത പിന്നീട് കടത്തിക്കൂട്ടപ്പെട്ട വചനങ്ങളാണ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന്. അതേപോലെ തന്നെ ഇവിടെ പരിശുദ്ധ ഖുർആനിന് വളരെ വ്യക്തമായി തന്നെ പടച്ച തമ്പുരാൻ യാതൊരു മാറ്റവും വരുത്തുകയില്ല എന്ന് സ്വയം ഏറ്റെടുത്ത ആ ഏറ്റെടുക്കലിനൊരു പശ്ചാത്തലമുണ്ട്. മുൻപുള്ള സമുദായങ്ങളിലേക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ സമുദായങ്ങളെയാണ് ഏൽപ്പിച്ചത്. ആ സമുദായങ്ങൾ അവ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒടിഞ്ഞോടി. അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാർ കടന്നു വന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജെറമിയ പ്രവാചകൻ അവിടെയുള്ള പുരോഹിതന്മാരോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. ജെറമിയാന്റെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ഞങ്ങൾ ജ്ഞാനികൾ, ഞങ്ങളുടെ കയ്യിൽ ന്യായപ്രമാണമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? നിങ്ങളുടെ കള്ള കൈയെഴുത്തുകോൽ വ്യാജതുലിക ന്യായപ്രമാണത്തെ തോറാ പുസ്തകത്തെ വ്യാജമാക്കി കളഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. വ്യാജതൂലിക എങ്ങനെയാണ് വ്യാജമാക്കി കളയുക? എങ്ങനെയാണ് വ്യാജതൂലിക വ്യാജമാക്കി കളയുക? എഴുത്തുണ്ടാക്കി എങ്ങനെ പലതും എഴുതി ചേർത്തു, പലതും എടുത്തു കളഞ്ഞു, അങ്ങനെ അത് വ്യാജമാക്കപ്പെട്ടു. അപ്പോൾ വീണ്ടും പ്രവാചകന്മാർ വന്നു യഥാർത്ഥ പാതയിലേക്ക് ക്ഷണിക്കാൻ, തിരിച്ചു കൊണ്ടുപോകാൻ. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും ഇതേപോലെ തിരിച്ചു കൊണ്ടുപോകപ്പെടലുണ്ടായി. യേശുവിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം ഇഞ്ചിയിലുള്ള ദൈവത്തിന്റെ സുവിശേഷം, ആ ദൈവത്തിന്റെ സുവിശേഷം ആദ്യ കാലഘട്ടത്തിൽ തന്നെ വിസ്മരിക്കപ്പെട്ടു പോയി എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം എന്താ? യേശുവിന്റേതായി, യേശുവിന്റെ ശിഷ്യന്മാരുടേതായി അദ്ദേഹം സംസാരിച്ച, അദ്ദേഹം പ്രബോധനം നിർവഹിച്ച, ശിഷ്യന്മാർ സംസാരിച്ച ഭാഷകളിലൊന്നും യാതൊന്നും ഇന്ന് ലഭ്യമല്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ഓരോ വിഷയങ്ങളിലും എന്താണ് സംസാരിച്ചത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നില്ല. ചുരുക്കത്തിൽ ഇങ്ങനെ വേദഗ്രന്ഥങ്ങളെല്ലാം, മുൻപ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെല്ലാം മാനുഷിക കരവിരുതുകൾക്ക് വിധേയമായപ്പോ ദൈവം തമ്പുരാൻ തന്റെ അവസാനത്തെ വേദഗ്രന്ഥം സംരക്ഷിക്കാമെന്ന് സ്വയം ഏറ്റെടുക്കുകയാണ്. അതാണ് സുഹൃത്ത് ഇവിടെ വായിച്ച പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്നു ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, ഇതിനെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിന്റെ സാക്ഷ്യമാണ് എന്ന് സുഹൃത്ത് മനസ്സിലാക്കണം. പടച്ച തമ്പുരാൻ ഇത് കാത്തു സൂക്ഷിക്കാമെന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. ധർമാധർമ്മ വിഷയത്തിൽ, സത്യാസത്യ വിഷയത്തിൽ കൃത്യമായി വ്യക്തമായി ഉള്ള മാർഗദർശനം നൽകുവാൻ പരിശുദ്ധ ഖുർആനിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം മാനുഷിക കരവിരുതുകളാൽ മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം മലീഭസമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ലോകത്തിന് മുന്നിൽ വെക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ എന്താ ഏകദൈവ വിശ്വാസം, ഏകദൈവാരാധന, അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെതിരെ ഒരു പ്രവാചകനും ഒന്നും സംസാരിച്ചതായി കാണിക്കുവാൻ സാധ്യമല്ല എന്നതിനുള്ള തെളിവായിക്കൊണ്ടാണ് യേശുവിന്റെ വചനങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്തുദ്ധരിച്ചത്. യേശു ക്രിസ്തു ഒരിക്കലും ത്രിയേകത്വം പഠിപ്പിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഒരിക്കലും താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. യേശു ഒരിക്കലും തന്നെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തു മരണാനന്തര ജീവിതത്തിൽ പറയുന്ന, നിഷേധിക്കുന്ന ഒരു സംഭവം പരിശുദ്ധ ഖുർആനും
അതേപോലെ തന്നെ ബൈബിളിലെ മത്തായിയുടെ സുവിശേഷവും വിശദീകരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 21-22 വചനങ്ങളിൽ യേശുക്രിസ്തു പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അന്നേ ദിവസം പലരും വന്ന് എന്നോട് പറയും, യേശുവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവല്ലോ. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് നാശം, എനിക്ക് നിങ്ങൾ അറിയുക തന്നെയില്ല. യേശുവിന്റെ പേരിൽ, യേശുവിനെ ആരാധിച്ചിരുന്ന, യേശുവിന്റെ പേരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്ന, യേശുവിന്റെ പേരിൽ അന്യഭാഷകൾ സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളോട് യേശുക്രിസ്തു പറയും, നിങ്ങളെ എനിക്കറിയില്ല, നിങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞ് യേശുക്രിസ്തു നമ്മളെ നിഷേധിക്കുമെന്നാണ് ബൈബിൾ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായത്തിലെ സൂറത്തുൽ മാഇദയിലെ 116-117 വചനങ്ങളിൽ ഇതേപോലെ തന്നെ യേശുക്രിസ്തുവിനോട് പടച്ച തമ്പുരാൻ പരലോകത്ത് വെച്ച് തന്നെയോ മാതാവിനെയോ ആരാധിക്കുവാൻ ജനങ്ങളോട് നീ ആഹ്വാനം ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്ന സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. വളരെ വിശദമായ സൂക്തത്തിൽ അവിടെ വെച്ച് യേശുക്രിസ്തു പരലോകത്ത് വെച്ച് പടച്ച തമ്പുരാനെ, എന്റെ ജീവിതകാലത്ത്, എന്റെ പ്രബോധന കാലഘട്ടത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആരാധിച്ചിരുന്ന, നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന, നമ്മൾ വണങ്ങിയിരുന്ന, നമ്മൾ ദൈവമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആ യേശുക്രിസ്തു തന്നെ നമ്മളെ നിഷേധിക്കുകയും നരകത്തിലേക്കുള്ള പാതയിലേക്ക് എനിക്ക് ഇവരെ അറിയില്ല എന്ന് പറഞ്ഞ് അടച്ച് വിടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം കടന്നു വരാതിരിക്കാൻ നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, ബുദ്ധി ഉപയോഗിക്കുക. യേശുവിന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ ദിവ്യത്വത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഗെത്സമേന തോട്ടത്തിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുകയും പിന്നീട് സുവിശേഷം ആവശ്യമില്ല എന്നുള്ള അവസ്ഥ കടന്നു വരികയും ചെയ്തു എന്ന് പറഞ്ഞു. സത്യത്തിൽ കുരിശുമരണത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ അത് തന്നെ മണിക്കൂറുകളോളം സംസാരിക്കുവാനുണ്ട്. കുരിശുമരണത്തെ 4 സുവിശേഷങ്ങളും ഈ ഗെത്സമേന തോട്ടത്തിൽ നിന്ന് പോന്നതിന് ശേഷം 4 സുവിശേഷങ്ങളും 4 വഴിക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള വസ്തുത നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഞാനല്ല യേശുവിനെ വിട്ടത്, സുവിശേഷ കർത്താക്കൾ എല്ലാം യേശുവിനെ വിടുകയും മറ്റാരൊക്കെയോ പറഞ്ഞു എഴുതുകയും ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വസ്തുത. ഈ 4 സുവിശേഷങ്ങൾ നിങ്ങൾ ഗെത്സമേന തോട്ടത്തിന് ശേഷമുള്ള ആ സംഭവത്തിന് ശേഷം ഈ 4 സുവിശേഷങ്ങൾ എഴുതുന്ന യേശുവിനെ കുറിച്ചുള്ള ചരിത്രം നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4ഉം പരസ്പര വിരുദ്ധമാണ്, പരസ്പരം യാതൊരു ഐക്യവും ഇല്ലാത്തതാണ്. എന്തിനധികം അവസാനത്തെ യേശുവിന്റെ വാക്കെന്താണ് എന്ന് പറയുന്നിടത്ത് വരെ സുവിശേഷങ്ങൾ വൈരുദ്ധ്യം പുറപ്പെടുവിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് യേശു മരണപ്പെട്ടത് എന്ന് മത്തായി പറയുമ്പോ യോഹന്നാൻ പറയുന്നത് തലചായ്ച്ച് വിനാഗിരി കുടിച്ച് തലചായ്ച്ച് ഞാനിതാ എന്റെ ആത്മാവിനെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ സമാധാനത്തോടു കൂടി യേശു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ്. അപ്പോ ശരിക്കും വിട്ടത് പിന്നെ യേശുവിനെ വിട്ടുകളയുകയും പിന്നീട് യേശുവിനെ കുറിച്ചുള്ള അറിവ് ആരൊക്കെയോ പറഞ്ഞതില്ലെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഏർപ്പാടാണ് സുവിശേഷ കർത്താക്കൾ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ദൈവം തമ്പുരാൻ ഇവിടെ സംശയത്തിൽ ഏർപ്പെട്ടിരുന്ന ജനങ്ങൾക്ക്, ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, അന്ന് തന്നെ എഴുതപ്പെട്ട പല പൗരാണിക ഗ്രന്ഥങ്ങളും, ഉദാഹരണത്തിന് ബർണബാസിന്റെ സുവിശേഷം പറയുന്നത് യേശു ക്രിസ്തു അല്ല ക്രൂശിക്കപ്പെട്ടത്, മറിച്ച് യൂദാസാണ് ക്രൂശിക്കപ്പെട്ടത് എന്നാണ്. അതേപോലെ തന്നെ യൂദാസിന്റെ ഒരു കത്ത് അടുത്ത കാലഘട്ടത്തിൽ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് ജെയിംസ് ആണ് ക്രൂശിക്കപ്പെട്ടത് എന്നാണ്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ, പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത, പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിലുണ്ടായിരുന്ന ആളുകളുടെ നടുവിലേക്ക് പരിശുദ്ധ ഖുർആൻ ദൈവം തമ്പുരാൻ തന്നെ ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ഇല്ല, യേശുവിനെ ക്രൂശിച്ചിട്ടില്ല, യേശുവിനെ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വേദഗ്രന്ഥമായി നിലകൊള്ളുന്നുണ്ട്. പരിശുദ്ധ പ്രവാചകൻ നമുക്ക് മുന്നിൽ പൂർണ്ണനായ മനുഷ്യനായി മാതൃകായോഗ്യനായി, ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവനും മാതൃകായോഗ്യനായി എന്ത് നന്മ എന്ത് തിന്മ എന്ന് വ്യവച്ഛേദിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള കൃത്യമായ മാനദണ്ഡമായി നിലകൊള്ളുന്നുണ്ട്. മനുഷ്യർക്ക് മാർഗദർശനമാണ് ആവശ്യം, സ്വർഗത്തിലെത്തിച്ചേരുകയാണ് ആത്യന്തികമായ ആവശ്യം. അതിന് യേശുക്രിസ്തു പഠിപ്പിച്ചത് കർത്താവിന്റെ ഇഷ്ടം ചെയ്യണമെന്നാണ്. ആ ഇഷ്ടം രേഖപ്പെടുത്തപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. പൂർണ്ണമായി ദൈവം തമ്പുരാന്റേതാണ് എന്നുറപ്പുള്ള വേദഗ്രന്ഥമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പരിശുദ്ധ ഖുർആനാണ്. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക ജീവിത മാതൃകയാണ് റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക. അത് രണ്ടുമാണ് മനുഷ്യരുടെ മോക്ഷത്തിന്റെ മാർഗം. നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഈ മാർഗത്തെ വിമർശനാത്മകമായി വിലയിരുത്തുക. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ നിങ്ങളുടെ ഭാഷകളിലുള്ള പരിഭാഷകൾ ലഭ്യമാണ്. ഖുർആനിന്റെ ആസ്വാദനത്തിന് പരിഭാഷകൾ പോരെങ്കിലും നിങ്ങൾക്ക് ഖുർആന്റെ ആശയം മനസ്സിലാക്കുവാൻ പരിഭാഷകൾ ഉപകരിക്കും. നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതേപോലെയുള്ള ബുദ്ധിപരമായ സംവാദങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ, നാളെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗപ്രവേശത്തിന് മനുഷ്യരെ മുഴുവനും അർഹരാക്കുവാൻ, നരകത്തിൽ നിന്ന് മനുഷ്യരെ മുഴുവനും രക്ഷപ്പെടുത്തുവാൻ ആവശ്യമായ പ്രബോധനങ്ങളുമായി ആവശ്യമായ ആശയങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം സംവാദങ്ങൾ നടക്കട്ടെ. നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, വിലയിരുത്തുക, ബുദ്ധിയുമായി സംവദിക്കുക, കാര്യങ്ങൾ തുറന്നു പഠിക്കുക. അങ്ങനെ നമുക്ക് സത്യമെന്ന് പൂർണ്ണ ബോധ്യപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കുവാൻ വൈമനസ്സം കാണിക്കാതിരിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച, അതിന് അവസരങ്ങൾ നൽകിയ, നിങ്ങളുമായി ഈ കാര്യങ്ങൾ പങ്കുവെക്കുവാൻ അവസരങ്ങൾ നൽകിയ ഇവിടെയുള്ള സഹോദരന്മാർക്ക്, സുഹൃത്തുക്കൾക്ക് വ്യക്തിപരമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ചോക് ട്രൂത്ത്. നിച്ചോക് ട്രൂത്ത് പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് വോയിസ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ചോക് ട്രൂത്ത് സെന്ററുകൾ, നാദാ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന് ആമീൻ.